ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദിവസവും നമ്മുടെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച കൂടുമോ, ഇനി ആഴ്ചയിൽ എത്ര തവണ നമ്മുടെ ഓയിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ തേച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെയും ആദ്യമായിട്ട് കാണുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പണ്ട് മുതലേ ഉള്ള ഒരു ധാരണയാണ് ദിവസം എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച കൂടുന്നുള്ളത്. മുടിയിൽ നമ്മൾ എണ്ണ തേക്കുന്നത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഒരു മോയ്സ്ചറിങ് കണ്ടന്റ് നമ്മുടെ മുടിക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. ദിവസവും നമുക്ക് എണ്ണ തേച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുടി വളർച്ച കൂടണമെന്നില്ല. കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മുടി വളർച്ച കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എണ്ണ തേച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് കണ്ടന്റ് നമ്മുടെ മുടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടും, ഡ്രൈ ഹെയർ അതേപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. പലരുടെയും വിശ്വാസം നമ്മൾ ദിവസം എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പനങ്കുല പോലെ വളരുന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ആഴ്ചയിൽ എത്ര തവണ എണ്ണ തേക്കാന്നുള്ളത് നോക്കാം കേട്ടോ. ആഴ്ചയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും എണ്ണ തേച്ചിട്ട് നല്ലൊരു ഷാമ്പും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ആഴ്ചയിൽ 2 തവണയെങ്കിലും എണ്ണ തേച്ചിട്ട് കുളിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വേണം എണ്ണ തേച്ച് കുളിക്കാനായിട്ട്. അതും ഇതേപോലെ കുറേ അധികം എണ്ണ വാരി തേച്ച് കുളിക്കണമെന്നില്ല. നമുക്ക് ചെറുതായിട്ടാണെങ്കിലും നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഹെയർ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ മുടി പൊട്ടി പോവാൻ, താരൻ വരാനുള്ളത്, സ്പ്ലിറ്റൻസ് വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ എണ്ണ തേക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നിങ്ങൾ ലൈറ്റ് ആയിട്ടൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു താളിയൊക്കെ വെച്ചിട്ട് തല കഴുകുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം ഷാമ്പു ഒക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ ഡൗട്ട് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടാവുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത്. ഡെയിലി നമുക്ക് എയർ ഓയിൽ അപ്ലൈ ചെയ്യണോ, ഇനി ഓയിൽ അപ്ലൈ ചെയ്താൽ മുടി വളരുമോ, ഇനി മുടി കൊഴിച്ചിൽ കൂടുമോ, ഡെയിലി നമുക്ക് ഷാമ്പു ഉപയോഗിക്കണോ എന്നുള്ള പലരുടെയും ഡൗട്ടൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.